ക്ലാസ്മേറ്റ്സിലെ തട്ടമിട്ട സുന്ദരിയായ പെൻഗ്വിൻ എന്ന എല്ലാ പേരും കളിയാക്കി വിളിക്കുന്ന റസിയ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച രാധികയെ അറിയാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാകില്ല. സംഗീത ആൽബങ്ങളിലൂടെ പിന്നീട് സിനിമയിലൂടെയൊക്കെ ശ്രദ്ധേയയായ നായികയാണ് രാധിക. ക്ലാസ്മേറ്റ്സിലെ സുഗുവിനും താരയ്ക്കും ഒപ്പം തന്നെ മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരു പ്രണയ ജോഡിയായിരുന്നു റസിയയുടെയും മുരളിയുടെയും. ഇവരുടെ പ്രണയകഥയിൽ സംഭവിച്ചതൊക്കെ മലയാളികളെയും വിഷമിപ്പിച്ച കാര്യം തന്നെയായിരുന്നു. രാധിക എന്ന നടിയെ ഇപ്പോഴും ആരാധകർ അറിയുന്നത് റസിയെ ആയിട്ട് തന്നെയാണ്. ഇതിന്റെ വിശേഷങ്ങൾ പങ്കുവച്ച് ഇപ്പോൾ രാധിക തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. രാധികയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ലോങ് ഗ്യാപ്പുകളാണ് എൻ്റെ കരിയറിൽ ഉണ്ടായിട്ടുള്ളത്. ക്ലാസ്മേറ്റ്സ് കഴിഞ്ഞ് പിന്നീട് 1 വർഷത്തിന് ശേഷമാണ് അടുത്ത സിനിമ ചെയ്യുന്നത്. മനഃപൂർവ്വം ഉണ്ടാക്കിയ ഗ്യാപ്പുകൾ അല്ല അതൊക്കെയും. ഈ സമയത്ത് വന്ന ബാക്കി റോൾസൊക്കെ ഒരേപോലെ സിമിലാരിറ്റി ഉള്ള റോൾസ് ആയിരുന്നു. അതുകൊണ്ടാണ് അതൊക്കെ ഒഴിവാക്കിയതും ഈ കരിയറിൽ ഗ്യാപ്പുകൾ സംഭവിച്ചതും. അതൊന്നും മനഃപൂർവ്വം ഉണ്ടാക്കിയതല്ല, സംഭവിച്ചു പോയതാണെന്നും അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു എന്ന് അറിയില്ല എന്നും രാധിക വ്യക്തമാക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ് രാധിക ഇപ്പോൾ ദുബായിലാണ് താമസിക്കുന്നത്. ഈ പറയുന്ന ന്യൂ ജനറേഷന്റെ കാലഘട്ടത്തിൽ എന്നെ അധികം ആൾക്കാർ ഓർക്കാൻ ചാൻസ് ഇല്ല എന്നാണ് രാധികയുടെ അഭിപ്രായം. ഓർത്താൽ തന്നെ ദുബായിൽ നിന്ന് നാട്ടിൽ വരാനുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാ പേരും ചിന്തിക്കുന്നുണ്ടാകും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാവും അത്തരം ഗ്യാപ്പുകൾ വരുന്നതെന്നാണ് രാധിക പറയുന്നതും. പിന്നെ എല്ലാവരോടും പോയി ചാൻസ് ചോദിക്കുന്ന ഒരു ടൈപ്പല്ല താനെന്നും രാധിക പറയുന്നു. അപ്പോൾ പിന്നെ ഉറപ്പായിട്ടും ആളുകൾ തന്നെ മറന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോഴും ഞാൻ സിനിമ വേണ്ട അല്ലെങ്കിൽ സിനിമ ചെയ്യില്ല എന്നൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും നല്ല ക്യാരക്ടേഴ്സ് വരികയാണെങ്കിൽ, ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ താൻ ഉറപ്പായും ചെയ്യുമെന്നും ഈ രാധിക യാതൊരു സംശയവുമില്ലാതെ തന്നെ പറയുന്നുണ്ട്. തൻ്റെ യഥാർത്ഥ പേര് രാധിക എന്നാണെന്നും എന്നാൽ ഇപ്പോഴും ആളുകൾ തന്നെ തിരിച്ചറിയുന്നതും വിളിക്കുന്നതുമൊക്കെ റസിയ എന്നാണെന്നും രാധിക തന്നെ പറയുന്നു. എവിടെ പോയാലും മലയാളികൾ തിരിച്ചറിയുന്നത് റസിയ എന്ന പേരിലാണ്. രാധിക എന്ന പേര് അറിയുന്നവർ വളരെ കുറച്ചു പേർ മാത്രമാണ്. ഈ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെ തൻ്റെ ഇൻസ്റ്റഗ്രാം പേര് രാധിക റസിയ എന്നാണ് ആക്കിയിരിക്കുന്നത്. ഉറപ്പായിട്ടും റസിയ എന്ന പേര് തനിക്ക് ഇഷ്ടമാണെന്നും പക്ഷേ ജീവിതത്തിൽ റസിയയായി ജീവിക്കാൻ തീരെ താല്പര്യമില്ലെന്നും രാധിക വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം ക്ലാസ്മേറ്റ് സിനിമ ഷൂട്ടിംഗ് ചെയ്യുന്ന സമയത്ത് നടന്ന ചില കാര്യങ്ങളും രാധിക വ്യക്തമാക്കുന്നു. സിനിമയിലെ ക്ലൈമാക്സിൽ പൃഥ്വിരാജിന്റെ കഴുത്തിൽ കമ്പി കൊണ്ട് വലിച്ചു മുറുക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അത് ചെയ്യാൻ തനിക്ക് ഭയങ്കര പേടിയായിരുന്നു എന്നാണ് രാധിക പറയുന്നത്. അങ്ങനെ പേടി തോന്നുന്ന ഷോട്ടൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴും ബാക്കി എല്ലാവരും തനിക്ക് കോൺഫിഡൻസ് തന്നിരുന്നു എന്നും രാധിക വ്യക്തമാക്കുന്നു. മിഡ് നൈറ്റ് ഷോട്ട് ആയതുകൊണ്ട് തന്നെ ജയസൂര്യയും ഇന്ദ്രജിത്തും കാവ്യയും ഒഴികെ ബാക്കി എല്ലാ പേരും അവിടെ ഉണ്ടായിരുന്നു എന്നും ഓരോ ഷോട്ട് എടുക്കുമ്പോഴും അതിനെക്കുറിച്ചുള്ള കമന്റ്സ് ഒക്കെ അവിടെ കേൾക്കാമായിരുന്നു എന്നും രാധിക ആരാധകരോട് പറയുന്നുണ്ട്.